ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കടുകും ജീരകവും ഉഴുന്നുപരിപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച കപ്പലണ്ടിയും ഉണക്കമുളകും ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നു. അപ്പോഴേക്കും നമ്മൾ ഇഞ്ചി, പച്ചമുളക്, സവാള, ക്യാരറ്റ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ പോകുന്ന എന്ത് വെജിറ്റബിൾസും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. അതിലേക്ക് 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് വേവിച്ചെടുത്തതാണ്, അതും കൂടെ ഇതിൻ്റെ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ സേമിയ നന്നായിട്ട് വറുത്തെടുക്കുക. അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞളും വേണമെങ്കിൽ ഉപ്പും ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി അടച്ചു വയ്ക്കുക. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്, ഓപ്ഷനിലാണ്. കായപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടൊരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവിൻ്റെ സ്വാദ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടി നമുക്ക് തേങ്ങ ചിരകിയതും നാരങ്ങാ നീരും വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. താങ്ക്